celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. കേരള അസോസിയേഷൻ ഓഫ് ഡാളസും ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററും ചേർന്ന് ബഹുമാനപ്പെട്ട TP ശ്രീനിവാസന് ഉജ്ജ്വല സ്വീകരണം നൽകി. 2024 ജൂലൈ 27 ശനിയാഴ്ച 3:30 മുതൽ 5 മണി വരെ ഗാർലൻഡ് ബ്രോഡ്വേയിലുള്ള ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ ഓഡിറ്റോറിയത്തിൽ വൈസ് പ്രസിഡന്റ് അനശ്വർ മാമ്പിള്ളിയുടെ അധ്യക്ഷതയിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. സെക്രട്ടറി മഞ്ജിത് കൈനിക്കര സ്വാഗതം പറഞ്ഞു. ബഹുമാനപ്പെട്ട MV പിള്ള TP ശ്രീനിവാസനെ സദസ്യർക്ക് പരിചയപ്പെടുത്തി. എവ്ലിൻ ബിനോയിയുടെ ഗാനാലാപനത്തിനു ശേഷം TPS മുഖ്യപ്രഭാഷണം നടത്തി. അംബാസിഡർ എന്ന നിലയിൽ തന്റെ ജീവിത അനുഭവങ്ങളെ പങ്കിട്ടത് സദസ്യർ കൗതുകത്തോടെയാണ് ശ്രവിച്ചത്. യുണൈറ്റഡ് നാഷൻ രൂപീകരണത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെയും മോദി സർക്കാരിന്റെ സമീപനത്തെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിൽ ഹരിദാസ് തങ്കപ്പൻ, സന്തോഷ് പിള്ള, എക്സ്പ്രസ് ഹെറാൾഡ് എഡിറ്റർ രാജു തരകൻ, ബിനോയ്, ദർശന മനയത്ത് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് സമുചിതമായി മറുപടി നൽകി. TP ശ്രീനിവാസൻ രചിച്ച ഡിപ്ലോമസി ലിബറേറ്റഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. TPSൽ കേരള അസോസിയേഷൻ സ്ഥാപകാംഗം I വർഗീസിൽ നിന്നും ഏറ്റുവാങ്ങിയ പുസ്തകം കേരള അസോസിയേഷൻ ലൈബ്രറി ഡയറക്ടർ ബേബി കൊടുവത്തിനു നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ പ്രസിഡന്റ് ഷിബു എബ്രഹാം നന്ദി പറഞ്ഞു. ആർട്ട് ഡയറക്ടർ സുബി പരിപാടികൾ നിയന്ത്രിച്ചു. കേരളത്തിലെ P. കേശവനാഥ് അവാർഡിനർഹരായ അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളം ലൈബ്രറി TP ശ്രീനിവാസൻ സന്ദർശിച്ചു. പ്രസിഡന്റ് പ്രദീപ് നാഗനൂലിൽ, ലൈബ്രറി ഡയറക്ടർ ബേബി കൊടുവത്തു, ജോർജ് ജോസഫ് വിലങ്ങോലിൽ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു. മുൻ പ്രസിഡന്റ് ബോബൻ കൊടുവത്ത്, സെബാസ്റ്റ്യൻ പ്രാക്കുഴി, രാജൻ ഐസക്, ദീപക് നായർ, സിജു വി ജോർജ്, സാബു മാത്യു, വിനോദ് ജോർജ്, പ്രൊഫഷൻ TV ഡയറക്ടർ സാം മാത്യു തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.